Hello friends, this is Shri and welcome to Life Unfolded by Shri. ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രിപ്പാണ് കേട്ടോ. അൽ ധക്കീറ ബീച്ചിലോട്ടുള്ള ഒരു ട്രിപ്പിനൊരല്പം നൊസ്റ്റാൾജിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതിച്ചോറും കൂടെ കരുതണമെന്ന് വിചാരിച്ചു. സോ ഒരു മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഒരു ഓംലെറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി പൊതിച്ചോറ് ഞങ്ങൾ റെഡിയാക്കി. ഞങ്ങളൊക്കെ പൊതിച്ചോറ് കഴിക്കുമ്പോൾ വസുവിന് എന്താ കൊടുക്കാമെന്നുള്ള കൺഫ്യൂഷൻ വേണ്ടാന്ന് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിലയിൽ വസുവിനും ഒരു കുഞ്ഞി പൊതിച്ചോറ് സെപ്പറേറ്റ് സ്പെഷ്യൽ പൊതിച്ചോറ് അവനും റെഡിയാക്കി. അല്ലെങ്കിലും ഈ പൊതിച്ചോറ് എന്നും മലയാളിക്കൊരു വീക്ക്നെസ് ആണല്ലോ അല്ലേ? അപ്പോൾ വസുവും പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയട്ടെ. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ ഇത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സ്റ്റേറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ. ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിലെന്നറിയാം അവിടെ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നതും അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ടെൻ്റൊക്കെ ഉണ്ട്. അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അങ്ങനെ തകില് പുകില് പാടി പോയിക്കൊണ്ടിരിക്കുമ്പം ദാ വരുന്നു മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി എന്ന് പറയുന്ന പോലെ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അപ്പം തന്നെ ടെൻഷനാകാൻ തുടങ്ങി. പക്ഷെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ഞങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി. അങ്ങനെ അൽ ധക്കീറ ബീച്ചിൻ്റെ തൊട്ടടുത്തൊക്കെ എത്തിയിട്ടോ. അവിടെ അങ്ങോട്ട് ഓഫ് റോഡ് റൈഡായിരുന്നു. 2 സൈഡിലും നിറയെ വെള്ളം കിട്ടും. നല്ല ഭംഗിയുള്ള ബീച്ച്, നല്ല ബ്ലൂ കളറിൽ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ചെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല കാറ്റും തണുപ്പും. അപ്പം ഞാൻ വേഗം ഒരു 3-4 ഫോട്ടോസും കുഞ്ഞു വീഡിയോസും ഒക്കെ എടുത്തത് കാരണം ഇത്രയൊക്കെ പറ്റി. പക്ഷേ അപ്പോഴേക്കും വന്നു മഴ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഭയങ്കര എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ടൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ശരിക്കും ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി. പക്ഷെ കിട്ടിയ ചാൻസ് എങ്ങനെ മുതലാക്കാം? PhD എടുത്ത ആൾക്കാരല്ലേ ഞങ്ങൾ. അങ്ങനെ അന്നത്തെ ദിവസം വിഷമമൊക്കെ പാടി തീർത്തെങ്കിലും ഖത്തറിൽ ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മഴയായിരുന്നു. അല്ലെങ്കിലും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മഴയാർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആരോമലിൻ്റെ വീട്ടിലാണ് കൂടിയത് കേട്ടോ. അപ്പോഴേക്കും മണി 3 ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നേരം ഇരുന്നു, ഗെയിംസൊക്കെ കളിച്ചു, കുറച്ച് റീൽസൊക്കെ ചെയ്തു. ഞാൻ എപ്പോഴും പറയും, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റ് ബട്ട് അബൌട്ട് ദ പീപ്പിൾ ഹു ആർ അറൗണ്ട് യു. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. എന്തായാലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻറ്റ്സ്.